അചിന്ത്യമായത് സംഭവിക്കുന്നു എന്നാണ് ഇപ്പോൾ ഞെട്ടലോടുകൂടി ലോകം കാണുന്നത്. നോക്കൂ, ഇറാൻ്റെ ശക്തി മിസൈലുകളാണ്. ഇതാണ് എക്കാലത്തും പറഞ്ഞിരുന്നത്. പക്ഷേ ഇറാന് സ്വന്തം മേഖലയിൽ മാത്രമേ മിസൈലുകൾ പായിക്കാനാവൂ, ആ റേഞ്ച് മാത്രമേ ഉണ്ടാവൂ. ഒരുപക്ഷെ മാക്സിമം 2500-3000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇറാൻ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഡീഗോ ഗാർഷിയയിലേക്ക് മിസൈൽ പായിച്ചു. ഒന്നല്ല, 2 എണ്ണം. ഡീഗോ ഗാർഷിയ എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ്. ദ ചാഗോസ് ആർച്ചിപ്പെലഗോ, പവിഴപ്പുറ്റുകളുടെ വലിയ സമാഹാരമാണ് ചാഗോസ്. 10, 70, 80 ദ്വീപുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. മൗറീഷ്യസിന് സമീപം, ഇന്ത്യക്ക് വളരെ തെക്ക് മാറി ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇറാനിൽ നിന്നും ഈ ഡീഗോ ഗാർഷിയയിലേക്ക്, ആ ഡീഗോ ഗാർഷിയാണ് അവിടുത്തെ ഈ ചാഗോസ് ദ്വീപസമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. അവിടേക്ക് 3800 മുതൽ 4000 വരെ കിലോമീറ്റർ ദൂരമുണ്ട് ഇറാൻ്റെ ദക്ഷിണ തീരത്ത് നിന്ന്. അത്രയും ദൂരപരിധിയുള്ള മിസൈൽ ഡീഗോ ഗാർഷിയയിലേക്ക് വർഷിക്കണമെങ്കിൽ തീർച്ചയായും ഇറാൻ്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ച്, മിസൈൽ പ്രഹരശേഷിയെക്കുറിച്ച്, മിസൈൽ റേഞ്ചിനെക്കുറിച്ച് ലോകം ഇതുവരെ കരുതിയതിനേക്കാൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തുകൊണ്ട് ഡീഗോ ഗാർഷിയ? അവിടെയാണ് ഡീഗോ ഗാർഷിയയുടെ പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇറാൻ ഡീഗോ ഗാർഷിയ ആക്രമിച്ചു എന്നത്. നോക്കൂ, 1970-കൾ വരെ ആ ഒരു ചാഗോസ് പ്രദേശം ആരുടെയും അധീനതയിലായിരുന്നില്ല, ബ്രിട്ടീഷുകാരുടെ ഒരു സൂസറിറ്റി ആയിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ നേരിട്ട് 1970-കൾ അത് ഏറ്റെടുക്കുന്നു. 99 വർഷത്തേക്ക് അത് പാട്ടത്തിന് അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ്. അമേരിക്കയ്ക്കും ബ്രിട്ടനും എല്ലാം സൈനിക ഓപ്പറേഷൻ നടത്താനുള്ള ഒരു സുരക്ഷിത താവളം, ഏറ്റവും സുരക്ഷിതമായ താവളം എന്ന് വേണം പറയാൻ. അതായത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യൻ വൻകരയിൽ നിന്നും ഏറെ അകലം പാലിക്കുന്ന, അമേരിക്കയുമായി ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള, യൂറോപ്പ് വളരെ വളരെ അകലെയാണ്, ഓസ്ട്രേലിയ പോലും അകലെയാണ്, ഒരു ഭൂഖണ്ഡവുമായും ബന്ധമില്ലാതെ ലോകത്തെ തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല. ശത്രു സൈന്യങ്ങൾക്ക് കടൽ മാർഗം എത്തിച്ചേരാനും അതുപോലെ തന്നെ ആകാശമാർഗം മിസൈലുകളിലൂടെ എത്താനും ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് ചാഗോസ് ഐലൻഡ്സ്. അവിടെയുള്ള ഡീഗോ ഗാർഷിയ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വ്യോമ നാവിക താവളമായി വികസിപ്പിച്ചെടുത്തു. അമേരിക്കയുടെ ദക്ഷിണ കടലുകളിലുള്ള, പ്രത്യേകിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും തന്ത്രപരമായ മിലിറ്ററി കേന്ദ്രമായി മാറിയത് ഡീഗോ ഗാർഷിയാണ്. നമ്മൾ കണ്ടതാണ് B-2 ബോംബേഴ്സ് ഉൾപ്പെടെയുള്ള ബോംബറുകൾ അവിടെ താവളം ഉറപ്പിക്കുകയും അവിടെ നിന്ന് പറന്നുയരുകയും ചെയ്യുന്ന ഒരു വാർത്തകൾ കഴിഞ്ഞ യുദ്ധസമയത്ത് നമ്മൾ 2025-ൽ തന്നെ അത് ഏറെ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോഴും ഒരുപക്ഷെ B-2 ബോംബറുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ആ ഒരു കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇറാൻ ഇപ്പോൾ 2 മിസൈലുകൾ പായിച്ചത്. അത് 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. അതായത് ദൂരം 4000 കിലോമീറ്റർ എത്തണമെങ്കിൽ ഇടയ്ക്കൊരു ബൂസ്റ്റ് കൂടി കൊടുത്തുകൊണ്ട് മിസൈലുകൾ എത്തിക്കത്തക്ക രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഇറാൻ വികസിപ്പിച്ചെടുത്തു. അല്ലെങ്കിൽ ചൈനയോ റഷ്യയോ അത് നൽകി എന്ന് വേണം കരുതാൻ. യഥാർത്ഥത്തിൽ ആ 2 മിസൈലുകളും ഒന്നുകിൽ തകർന്നു വീണു, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. ഒരെണ്ണം മധ്യമാർഗേ, അല്ലെങ്കിൽ പാതി വഴിയിൽ തകർന്നു വീണു, അതിന് റേഞ്ച് എത്തിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാമത്തെ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അമേരിക്കൻ നാവിക വിന്യാസം കപ്പലുകളിൽ നിന്നും ഉള്ള ഒരു ഇൻ്റർസെപ്റ്റർ മിസൈൽ ഏറ്റുകൊണ്ട് രണ്ടാമത്തെ മിസൈൽ തകർന്നു. അതുകൊണ്ട് ഡീഗോ ഗാർഷിയയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് ആശ്വസിക്കുമ്പോഴും ഇറാൻ ഹാസ് ഷോൺ ദ വില്ലിങ്നെസ് ടു അറ്റാക്ക് ഡീഗോ ഗാർഷിയ. 1. 2, അത്രയും ദീർഘദൂര മിസൈലുകൾ ഇറാൻ്റെ കൈവശം ഉണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. മൂന്നാമത്തെ കാര്യം, അമേരിക്ക എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? ഇറാൻ്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി തീർത്തു, തങ്ങൾ ഏതാണ്ട് യുദ്ധവിരാമത്തോടടുക്കുന്നു, ഇറാനിന് പ്രഹരശേഷി ഉണ്ടാവില്ല, ഇറാനിൽ ഒരുപാട് മിസൈൽ സിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മിസൈൽ നഗരങ്ങൾ, അണ്ടർഗ്രൗണ്ട് നഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മിസൈലുകൾ അടുക്കി വച്ചിരിക്കുന്ന ഈ നഗരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ, മലമടക്കുകളിൽ, ഗുഹകളിൽ, സുരക്ഷിത കേന്ദ്രങ്ങൾ, ഭൂമിക്ക് വളരെ അടിയിൽ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവകാശവാദം. ഇപ്പോൾ ഇതാ ഈ ആക്രമണം സംഭവിച്ചപ്പോൾ ഒരു പിടി പുരികങ്ങളാണ് ഉയരുന്നത്. വളരെയധികം റേഞ്ചുള്ള, പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഒരുപക്ഷെ ഇറാൻ്റെ ശേഖരത്തിൽ ഇനിയും കണ്ടേക്കാം. നോക്കൂ, വളരെ ദൂരെയുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ഈ യുദ്ധത്തിൽ ആക്രമണം നടത്തി. മെഡിറ്ററേനിയൻ കടലിലെ ഒരു പ്രദേശമാണ്
സൈപ്രസ്, അതായത് ഗ്രീസിനും ടർക്കിക്കും ഒക്കെ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെയാണ് ബ്രിട്ടൻ്റെ വ്യോമതാവളമുള്ളത്. നാവികതാവളം ചില രാജ്യങ്ങളുടെ, അമേരിക്കയുടെ ഉൾപ്പെടെ കപ്പലുകൾ എടുക്കാൻ സാധിക്കും. വിമാനത്താവളങ്ങളുണ്ട്. അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തി. അതായത് നോക്കൂ, എവിടേക്ക് കൂടെ മിസൈൽ പോകണം അവിടെ എത്തണമെങ്കിൽ. അതായത് ഈ ഇറാഖിൻ്റെ എയർ സ്പേസിലൂടെ, ഇപ്പോൾ ഇറാനിൽ നിന്ന് പടിഞ്ഞാറോട് ഇറാഖിൻ്റെ എയർ സ്പേസിലൂടെ, ഒരുപക്ഷെ ജോർദൻ്റെ സ്പേസിലൂടെ, കുറേയൊക്കെ സിറിയയുടെ സ്പേസിലൂടെ, ഇസ്രായേലിൻ്റെ വ്യോമ അതിർത്തി ഭേദിച്ചുകൊണ്ട് അങ്ങ് കടലിൽ സ്ഥിതി ചെയ്യുന്ന, മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപായ ആ ഒരു ദ്വീപിലേക്ക് ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ, പിന്നെ ആ ദ്വീപ് പോലും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറാനെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷെ ഒരു ആശ്വാസം, അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കുമുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രഹരത്തിനുള്ള വില്ലിങ്നെസ് കാട്ടുന്നു. അതിനുള്ള കോപ്പ് ഇറാൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കൃത്യത പോരാതെ വരുന്നു. കൃത്യത കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ നടത്തിയൊരു ആക്രമണത്തിൽ ആണവ കേന്ദ്രം ആക്രമിച്ചപ്പോൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നത് കൊണ്ട് കാര്യമായി വിവരിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ചെറിയ സംസാരത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്: ഇറാൻ മേ ബി കൺസിഡറബിളി വീക്കെൻഡ്, ദാറ്റ്സ് എ ഫാക്ട്. ഒരുപാട് പ്രഹരമേറ്റിരിക്കുന്നു, 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു യുദ്ധം. പക്ഷേ ഇറാൻ്റെ ടെനാസിറ്റി, വില്ലിങ്നെസ്, വെയർവിറ്റൽ, ഡിറ്റർമിനേഷൻ, ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ആവനാഴിയിൽ ഇനിയും ഏറെ അസ്ത്രങ്ങൾ, മിസൈലുകൾ ഉണ്ടായേക്കാം. അത് പ്രയോഗിക്കപ്പെട്ടേക്കാം. ഏകപക്ഷീയമായി ഇറാൻ യുദ്ധം നിർത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അമേരിക്ക യുദ്ധം നിർത്തിയാൽ പോലും നഷ്ടപരിഹാരം വേണമെന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധം ഏകപക്ഷീയമായി ഇറാനെ അടിച്ചേൽപ്പിച്ച യുദ്ധമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇനി യുദ്ധമുണ്ടാവില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇറാൻ്റെ പ്രഹരശേഷി നശിപ്പിച്ചു, അതുകൊണ്ട് തങ്ങൾ പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ആക്രമണം അവസാനിപ്പിച്ചാലും ഇറാൻ ഏതാനും മിസൈലുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക്, മറ്റ് ഇടങ്ങളിലേക്ക്, അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഒരുപക്ഷെ അയച്ചേക്കാം എന്ന സൂചനയും ഇപ്പോൾ പ്രബലമാണ്. അതുകൊണ്ട് ഏവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഡീഗോ കാഷിയിലേക്ക് ഇറാൻ നടത്തിയ സാഹസികമായ ഈ ആക്രമണം വിജയം കണ്ടില്ല എങ്കിൽ പോലും അത് നൽകുന്ന സൂചനകൾ, അതൊരു പാഠം ആകേണ്ടതാണ്. വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ഈ മിസൈൽ ശേഖരം തകർത്തതുകൊണ്ടോ, ആണവ പദ്ധതി തകർത്തതുകൊണ്ടോ, ഈ ഇറാനെ സാമ്പത്തികമായി ജനിക്കുന്നതുകൊണ്ടോ മാത്രം മധ്യ പൗരസ്ത്യ പ്രദേശത്തെ സമാധാനം ഉണ്ടാവില്ല. ഒറ്റ പോംവഴിയേ ഉള്ളൂ. മധ്യ പൗരസ്ത്യ പ്രദേശത്തെ അടിസ്ഥാന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അതിലേറ്റവും അടിസ്ഥാന വിഷയത്തിലൊന്ന് പലസ്തീനിയൻ ജനതയുടെ സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റാണ്, സ്വതന്ത്ര രാജ്യ പദവിയാണ്. അതിൽ ചുറ്റിയാണല്ലോ ഈ യുദ്ധമെല്ലാം ഉണ്ടായത്. ഈ ഒക്ടോബർ 7, 2023 ഈ ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ തുടർന്നാണ് ഈ വേവ്സ് ഓഫ് അറ്റാക്ക് തുടങ്ങിയത്. അടിസ്ഥാന പ്രശ്നം അതിനേക്കാൾ മുൻപ് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു? പലസ്തീൻ ഒരു വിഷയമായി വരികയും അറബി ജനതയ്ക്ക് പലസ്തീൻ ഒരു രാഷ്ട്രപദവി നൽകി കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇറാൻ രംഗത്ത് വരികയാണ്. അതുവരെ മടിച്ചു നിന്ന് ഇറാൻ രംഗത്ത് വരികയാണ്. ഇറാൻ പലസ്തീൻ കോസിന് വേണ്ടി ഇസ്രായേലിനെ നിരന്തരം സമ്മർദ്ദപ്പെടുത്തുന്നു, ഹൂതികളിലൂടെ, ഹമാസിലൂടെ, ഹിസ്ബുള്ളയിലൂടെ. അങ്ങനെ ഇസ്രായേൽ രംഗത്ത് വരികയാണ്, ഇറാനെതിരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് മനസ്സിലാക്കണം. ഈ ഒരു വിഷയമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, ഒരു യുദ്ധമാണ്, അത് അവസാനിപ്പിക്കണമെങ്കിൽ ബലപ്രയോഗം മാത്രമാണ് ഇപ്പോൾ അമേരിക്ക കാണുന്ന വഴി, ഇസ്രായേൽ കാണുന്ന വഴി. അതല്ല, നയതന്ത്രത്തിൻ്റെ ഒരു മാർഗമുണ്ട്. അടിസ്ഥാന വിഷയം പലസ്തീൻ വിഷയം, അത് പരിഹരിക്കപ്പെടണം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇസ്രായേലിന് നിലനിൽക്കാൻ കഴിയണം, പലസ്തീന് നിലനിൽക്കാൻ കഴിയണം. ഈ 2 രാജ്യങ്ങളും ഒരുപോലെ നിലനിൽക്കാൻ കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇറാൻ ഇടപെടാനൊരു സ്കോപ്പ് ഇല്ലാതെയാവുന്നു. അപ്പോൾ ഇറാൻ അല്ല എങ്കിൽ ഇറാൻ്റെ ഒരു സാമ്രാജ്യത മോഹം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുക, അങ്ങനെയൊന്നൊരു പദ്ധതി ഇറാനുണ്ട് എന്ന് കരുതാനാവില്ല. ഇറാന് അന്തസ്സായി നിലനിൽക്കാൻ കഴിയണം. ഇറാൻ്റെ എണ്ണ ഉപരോധമില്ലാതെ ലോക വിപണികളിൽ വിൽക്കാൻ കഴിയണം. ഇറാനെ ആധുനികവൽക്കരിക്കണം. ഇറാൻ്റെ ഒരു സങ്കുചിതമായ മത തീവ്ര നിലപാടുകളിൽ നിന്ന് ലേശം മാറി കുറച്ചുകൂടി മോഡറേറ്റ് ഇറാൻ, ഒരു പ്രോഗ്രസീവ് ഇറാൻ, റിഫോംഡ് ആൻഡ് റിഫൈൻഡ് ഇറാൻ, അത് സംഭവിക്കണം. അങ്ങനെ വരുമ്പോൾ മിസൈലുകൾ വെച്ചുള്ള ഈ വിലപേശൽ ഒരുപക്ഷെ അപ്രസക്തമായി മാറിയേക്കാം. ഗൾഫ് രാജ്യങ്ങൾ
രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള പിളമ തർക്കങ്ങൾ, പ്രത്യേകിച്ച് സൗദി ഇറാൻ പ്രശ്നം 2023 പരിഹരിച്ചതാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ. ഒരു പക്ഷേ കുറച്ചുകൂടെ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാകണം. ഈ അക്രോസ് ദി പേർഷ്യൻ ഗൾഫ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. അതുമാത്രമല്ല, ഇസ്രയേലും ഇറാനും സൗദിയും അടങ്ങുന്ന മേഖലാ ശക്തികൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം അഷ്വറൻസ് കൊടുക്കണം. കഴിയുമെങ്കിൽ ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ആണവ പദ്ധതികൾ നിയന്ത്രിക്കുകയും ലിമിറ്റ് ചെയ്യുകയും പരസ്പരം യുദ്ധമില്ലാ കരാറിൽ ഒപ്പിടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു പരിധിവരെ മധ്യേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനാവൂ. അമേരിക്കയോ ബ്രിട്ടനോ മറ്റ് യൂറോപ്യൻ ശക്തികളോ ചൈനയോ റഷ്യയോ ഇടപെട്ടാൽ സംഭവം കൂടുതൽ വഷളാകുമെന്നതിന് തെളിവാണ് അമേരിക്കൻ സേനാ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഇറാൻ അവിടങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും നിരന്തരമായി അയക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് പ്രശ്നം അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രശ്ന കാരണങ്ങൾ, ആ വിഷയത്തിൻ്റെ കാരണങ്ങൾ, കോസസ് എലിമിനേറ്റ് ചെയ്താൽ പ്രശ്നം സ്വാഭാവികമായി അതൊരു നല്ല പരിണാമബുദ്ധിയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് ദ്വികക്ഷിയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഒരു ഐ ഓപ്പണർ ആകണം. നിരന്തരം ലോകത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഇറാനിൽ നിന്ന് മിസൈലുകൾ പായിക്കുന്ന ആ അന്തരീക്ഷം ഒഴിവാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം.